അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, ഇന്ന് നമ്മുടെ പഠനം മദനം ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു അതിഥിയെ കിട്ടി. പ്രത്യേകിച്ച് തേവറ നൗഷാദ്. ഞങ്ങൾ അൽഹംദുലില്ലാ വർഷങ്ങളായുള്ള ബന്ധമാണ്. പ്രത്യേകിച്ച് ഖുർആൻ പഠന ക്ലാസ്സുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങൾ പരിചയം തുടങ്ങുന്നതെങ്കിൽ തന്നെയും ഒരുമിച്ച് പ്രത്യേകിച്ച് സൗദി അറേബ്യയിലും കുറച്ചുനാൾ കഴിയാനുള്ള തൗഫീഖ് കിട്ടി. പല മേഖലകളും ഞങ്ങൾ പല നല്ല കാര്യത്തിലും ഒരുമിച്ച് കൂടാറുണ്ട്. നമുക്ക് അതിനകത്ത് അൽഹംദുലില്ലാഹ് ക്ലാസ്സിന് ശേഷം സൗദി അറേബ്യയിൽ നമ്മൾ പോയി, നമ്മളവിടെ വെച്ച് കണ്ട് അതിലൊക്കെ നമുക്ക് വേറെ രസം ഉണ്ടായെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും മാത്രം ഉസ്താദ് റിയാദിൽ നിന്ന് അബഹെ വന്ന് അബഹെ നമ്മൾ രണ്ടുപേരും കൂടെ ഈത്തപ്പഴം കച്ചവടത്തിന് എന്റെ വാഹനത്തില് ഈത്തപ്പഴം കച്ചവടം ചെയ്ത് ആ വഴി നമ്മളെ വാഹനത്തിൽ രണ്ടുപേരും മാത്രം മക്കത്ത് പോയി ഉംറ ചെയ്ത് അവിടെ തിരിച്ച് മദീനത്ത് വന്ന് ആ വാഹനത്തില് നമ്മൾ രണ്ട് മാത്രം. അപ്പൊ അതൊരു വളരെ യാത്രയായിരുന്നു. ഒറ്റയ്ക്കുള്ള അബഹയും അൽബഹയൊക്കെ കാണാൻ പറ്റും. അബഹയില് പോയി വിഷയത്തിൽ നിന്ന് തുടങ്ങി അങ്ങനെ നമ്മൾ ഉംറ ചെയ്ത് അൽഹംദുലില്ലാഹ് റാഹത്തായിട്ട്. അതെ അതെ, അൽഹംദുലില്ലാഹ് അതെല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്. അപ്പൊ ഞങ്ങള് പരിശുദ്ധ ഖുർആൻ പഠനവുമായി ബന്ധപ്പെട്ട്, അതായത് ഞങ്ങൾ 10 വർഷമായി തുടങ്ങിയ ഒരു ക്ലാസ് ഉണ്ട്. ഖുർആൻ പഠിച്ച് മറന്നവർക്ക് വേണ്ടി തുടങ്ങിയ ഒരു പരിപാടിയാണ്. അൽഹംദുലില്ലാഹ് ഇന്നത് വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഇന്നിപ്പോ നമ്മൾ രാവിലെ തബാറക് സൂറത്തിന്റെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ ചർച്ച ചെയ്തു. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് ചർച്ച ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്ത് അങ്ങനെ പിന്നെ അത് നമസ്കാരത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളിലേക്ക് കടന്നു. അപ്പൊ നമ്മള് നിത്യം നിസ്കരിക്കുന്ന കാര്യങ്ങളിലൊക്കെ വരുന്ന വീഴ്ചകളെ വീണ്ടും വീണ്ടും ഉണർത്തിക്കൊണ്ട് വരുന്ന ഒരു കാര്യങ്ങളാണ്. അത് നമുക്ക് ഒരുപാട് പ്രയോജനം ചെയ്യുന്നുണ്ട്. സത്യത്തിൽ നമ്മൾ ഈ നിസ്സാരമായ ഇത്തരം ക്ലാസ്സുകൾ ആളുകൾ തള്ളിക്കളയുന്നുണ്ട്. സുബഹി കഴിഞ്ഞ് അരമണിക്കൂറോ 3/4 മണിക്കൂറോ നമുക്ക് കിട്ടുന്ന ഇത്തരം അവസരങ്ങൾ മുതലാക്കിയാൽ നമുക്ക് അറിവില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മുടെ നിത്യജീവിതത്തിൽ നിസ്കാരങ്ങളിലൊക്കെ പാലിക്കപ്പെട്ട മര്യാദകളും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നതിലൂടെ നമ്മുടെ അമലുകൾ നഷ്ടപ്പെടുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷെ നമ്മുടെ ആളുകൾ അഫുലത്തില്ല. കാര്യം ഇത്തരം ക്ലാസ്സുകളിൽ ക്ഷണിക്കപ്പെട്ടാലും അവർക്കാർക്കും വരാനായാലും താല്പര്യമില്ല. ഇന്നത്തെ കാലത്തൊരു വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാലേ, നമുക്ക് ആരെയും ഒന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. എല്ലാവരും ഞങ്ങൾ അറിവാളികളാണെന്നുള്ള ഒരു ധാരണയുണ്ട്. ചെറിയ പിള്ളേരോട് നമ്മൾ സംസാരിച്ചാലും വലിയവരോട് സംസാരിച്ചാലും ഇയാൾ ഞങ്ങളെ പഠിപ്പിക്കാൻ വരും, ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇപ്പൊ ഉദാഹരണത്തിന് 10-40 വർഷമായിട്ട് നിസ്കരിച്ചുകൊണ്ടിരിക്കുന്ന നിസ്കാരക്കാരോട് നമ്മൾ അതല്ല അങ്ങനല്ല ഇങ്ങനാന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറയുമ്പോൾ അവർക്ക് അതൊരു അവജ്ഞയാണ്. പക്ഷെ ആ തെറ്റുകളെ മാറ്റാൻ അവർ ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ടടുത്ത് പോയി പഠിക്കുന്നില്ല. അഥവാ ഇനി പഠിക്കാൻ എവിടെങ്കിലും കൂടിയാൽ തന്നെ അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഫിത്നയാക്കാൻ കുറെ ആളുകൾ പിന്നെ നിൽപ്പുണ്ട്. അത് ആ ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പാണ്, മറ്റേ ഗ്രൂപ്പാണ്. മനസ്സിലായോ? അറിവ് എവിടെ കിട്ടിയാലും പോയി പഠിക്കുക എന്നുള്ളതാണ്. അതിലിപ്പോ നമ്മൾ അടിസ്ഥാനപരമായ അറിവുകൾ വളരെ നല്ല രീതിയിൽ നമ്മുടെ അടിസ്ഥാനപരമായ അറിവുകൾ എവിടെ കിട്ടിയാലും പോയി പഠിക്കുക എന്നുള്ളതാണ്. അതിനെ വിമർശിക്കാനും അല്ലെങ്കിൽ അതിലേക്ക് വന്ന് മനസ്സിലാക്കാതെയും ആളുകൾ ഇങ്ങനെ ഒരു നിത്യത്തോടുള്ള അഭ്യാസം എന്ന രീതിയിൽ ഇബാദത്തുകൾ ചെയ്തു പോകുന്നല്ലാതെ അതിലെ വീഴ്ചകൾ പരിഹരിക്കാൻ ആൾ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെ, പടച്ചവൻ നമുക്ക് തന്നെ ആയുസ് കൊണ്ട് ആരോഗ്യം കൊണ്ട് പരമാവധി ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും നമുക്ക് ഒരുമിച്ച് ഒരേ മനസ്സിൽ കൊണ്ടുവരാൻ ഒക്കത്തില്ല. എങ്കിൽ തന്നെ നമ്മൾ പരിശ്രമം നിർത്തി വെക്കരുത്. നമ്മൾ എപ്പോഴും പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ ക്ലാസ്സുകൾ കണ്ട് പലയിടത്തും പല ആർജവത്തോടെ പലരും പറയാറുണ്ടെങ്കിലും ചിലയിടത്തൊക്കെ ഒന്ന് പേർന്ന് തുടങ്ങും, പിന്നെ അതോടുകൂടി അസ്തമിക്കും. ആളുകളുടെ ജീവിത സാഹചര്യത്തിൽ ആളുകൾക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം. എങ്കിൽ പോലും ശ്രമിക്കുന്നതുമില്ല. ഇപ്പൊ നമ്മൾ 10 വർഷമായിട്ട് ഈ ക്ലാസ് ഇങ്ങനെ അണമുറിയാതെ കൊണ്ടുപോകുന്നു. വലിയ പുരോഗമനം ആൾ വരുന്നോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചാൽ അത് വേറെ വിഷയം. പക്ഷെ ഇന്നും അത് തുടർന്നു കൊണ്ടുപോകുന്നു എന്നുള്ളത് വലിയ ഒരു കാര്യം. നമുക്കതിലേക്ക് എല്ലാ ദിവസവും പോകാൻ പറ്റിയില്ലെങ്കിലും നമുക്ക് ആ ഒരു കൂട്ടായ്മയിലൂടെ നമുക്ക് ഒരുപാട് മാറ്റങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മുടെ ക്ലാസ്സിൽ വന്നിരുന്ന നമ്മളൊക്കെ പലരും ഫാത്തിഹ പോലും നേരെ ഓതാൻ അറിയാത്ത ആളുകൾ ഇന്ന് അൽഹംദുലില്ലാഹ് ഫാത്തിഹ ഓതുന്നു, സൂറത്തുകൾ ഓതുന്നു. അതിലുപരി സൂറത്തുകളിലെ ചെറുതായിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ മനസ്സിലാക്കുന്നത്, എന്താണ് ഈ സംഭവം എന്നുള്ളതൊക്കെ അത് നമ്മൾ ഒരു പരിധിവരെ അതിലൊക്കെ ഒരുപാട്. പിന്നെ അതുപോലെ തന്നെ ഉസ്താദിന്റെ
ഒരു വളരെ ഉസ്താദിനെ നമുക്ക് എത്ര കാലം ആയാലും മറക്കാൻ പറ്റില്ല. കാര്യം ഈ ഫിഖ് പരമായിട്ട് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഉസ്താദ് പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ അക്ഷരത്തെറ്റുകള്, അക്ഷരങ്ങളുടെ സ്ഫുടതകള്, ഉച്ചാരണ ശുദ്ധികള്, നമ്മൾ ഈ ഫാത്തിഹയിലും ഖുർആനിലും എന്തിനേറെ പറയാൻ നിത്യം പോകുന്ന യാസീനുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തെറ്റുകൾ നമ്മൾ നിരന്തരം ആവർത്തിക്കുക. അത് തിരുത്താൻ നമുക്ക് കഴിയുന്നില്ല, നമ്മൾ സാധിക്കുന്നില്ല. അപ്പൊ ക്ലാസ് കൊണ്ട് കുറെയൊക്കെ ഒരു പരിധി വരെ ഒരുപാട് ചെറുതൊന്നുമല്ല, ഒരുപാട് മാറ്റങ്ങൾ നമുക്കുണ്ടായി. മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. എന്താന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഉച്ചാരണ ശുദ്ധിയിലും നമുക്കിപ്പോ ഒരു ഇമാമിന്റെ പുറകിൽ നിൽക്കുമ്പോൾ അവർ ഓതുമ്പോ അതിൽ ശ്രദ്ധ വരുന്നുണ്ട്. ആ തെറ്റുകൾ ആ ഇമാമ് വരുത്തിയാൽ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് തെറ്റായിരുന്നല്ലോ എന്ന് തോന്നലുണ്ടാവാറുണ്ട്. അത് ചെറിയ കാര്യമല്ല. അൽഹംദുലില്ലാഹ് അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിപ്പം ശ്രദ്ധിക്കാതെ പോയാൽ അത് തന്നെ അങ്ങനെ നമ്മളിപ്പോ ഒരു യാസീൻ ഓതുമ്പം നമ്മുടെ വീട്ടുകളിലൊക്കെ തന്നെ നമ്മുടെ കൂട്ടത്തിലിരുന്ന് ഓതുമ്പോൾ അവര് വരുന്ന വീഴ്ചകൾ നമുക്കിപ്പം കൊടുക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് മനസ്സിലാവുന്നുണ്ട് അത് തെറ്റാ. അപ്പൊ അവരും വർഷങ്ങളായിട്ട് ആവർത്തിച്ചോണ്ട് ഞാൻ ഈ അടുത്ത സമയത്ത് എടുത്തൊരു സദസ്സിൽ നമ്മുടെ വീട്ടിലെ കുടുംബക്കാരെല്ലാം ഇരുന്ന് ഓതുമ്പോൾ നമ്മുടെ സഹോദരികളും എല്ലാം കൂടെ ഓതുമ്പോൾ ഈ 1-2 ഭാഗത്ത് വർഷങ്ങളായിട്ട് അവരങ്ങനെ ഓതുന്നത് നമുക്ക് മനസ്സിലായി. ഞങ്ങൾ അന്നേരം ഞാൻ പറഞ്ഞിട്ട് അങ്ങനെയല്ല, ഇങ്ങനാണ് എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനൊക്കെ കേവലം മനസ്സിലായി. അവര് വർഷങ്ങളായിട്ട് ഈ തെറ്റുകൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ ഇത്തരം തെറ്റുകളൊക്കെ ആവർത്തിക്കുന്നുണ്ടെന്ന് ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഉസ്താദ്, ചില സദസ്സുകളൊക്കെ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് നമ്മൾ ഓതും. പക്ഷേ ഒരു പരിധി വരെ ആളുകൾ കുൽഫു അല്ലാ ഈ തെറ്റ് അവർ ഇന്നും ആവർത്തിച്ചുകൊണ്ടിരിക്കുക. അതൊരു വലിയ തെറ്റാണ്. അതെ, ഖുർആനല്ലേ പരിശുദ്ധ. അപ്പം അത് ആ ആളുകൾക്ക് ഇപ്പൊ ഒരുവിധപ്പെട്ട സാധാരണക്കാർക്ക് അവർക്ക് ദീൻ വേണ്ട പോലെ കിട്ടാത്തവരുണ്ട്, പഠിക്കാൻ സാഹചര്യമുണ്ട്. തന്നെ ഞാൻ തന്നെ സൗദി അറേബ്യയിൽ നിന്നാണ് ഈ പരിപാടി തുടങ്ങിയത്. തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞാല് നമുക്ക് അവിടെ ഈ റിയാദിൽ നിന്ന് ഉംറ സർവീസുമായിട്ട് ഇങ്ങനെ പോകുമ്പോൾ കുറെ ചെറുപ്പക്കാരെയൊക്കെ കണ്ടുമുട്ടുന്നു, പലരെയും കണ്ടുമുട്ടുന്നു. പക്ഷെ നമുക്ക് മനസ്സിലായി അവിടെ ഈ മദ്രസ, നാട്ടിലൊക്കെ മദ്രസ പഠനവുമായി ബന്ധപ്പെട്ട് നിന്നെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ ഇതൊക്കെ മറന്നു പോകുന്നു. പക്ഷെ ഞാൻ അതിന് ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താ മാർഗം എന്നൊക്കെ ഞാൻ ഒരു ചെറിയ സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചു. അറബിയ അക്ഷരം ഒരാഴ്ച കൊണ്ട് പഠിപ്പിക്കുക, 2 ആഴ്ച കൊണ്ട് ഒരു ഖുർആൻ പാരായണത്തിലേക്ക് എത്തിക്കാൻ ഒരു സന്ദേശം കൊടുത്തു. ആ സ്റ്റിക്കറിന്റെ ലക്ഷ്യമായിരുന്നു. അപ്പൊ നമുക്ക് ഉദാഹരണം നമ്മൾ കണ്ടുവരുന്നതെന്ന് പറഞ്ഞാൽ ഒരാളും ഫാത്തിഹ തെറ്റുണ്ടെങ്കിൽ, നിസ്കാരത്തിന്റെ നിർബന്ധമായ ഫാത്തിഹ 4ാമത്തെ ഫർളാണ്, ആ ഫാത്തിഹ തെറ്റുണ്ടെങ്കിൽ ഒരാളും ഒരാളുടെ മുമ്പിൽ നിന്ന് തിരുത്തുന്നത് കാണുന്നില്ല. അപ്പൊ ഉസ്താദെ എന്റെ ഫാത്തിഹ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥ വളരെ പരിമിതമായ ആൾക്കാരേ ഉള്ളൂ. അങ്ങനെ വന്നിട്ടില്ലെന്ന് പറയാം. പക്ഷെ ഞാൻ അതിനാണ് ഒരു ആശയം നമ്മൾ ഇവിടെ മുന്നിലോട്ട് വെച്ചത്. എന്താണ്? ഖുർആൻ പഠിച്ച് മറന്നവരെ പഠിപ്പിക്കുക. അതായത് ഈ തെറ്റ് ഇയാൾ മരണം വരെ മൂടിക്കൊണ്ട് നടക്കും, എന്റെ തെറ്റ് വേറെ ആൾ അറിയരുതെന്നും പറഞ്ഞു. അപ്പൊ അതിനൊരു പരിഹാരം എന്നുള്ളതിലാണ് ഞാനത് കണ്ടെത്തിയതും. അവസാനം നമ്മുടെ പുസ്തകങ്ങൾ ഞാൻ ഇറക്കിയ 10 പുസ്തകങ്ങളുണ്ട് ഏകദേശം. അതിനകത്തൊക്കെ നമ്മൾ അവസാനം ഒരു പോയിന്റ് വെച്ചേക്കുന്ന ഇതാണ്: അറബി എഴുത്തും വായനയും 1 ആഴ്ച കൊണ്ട് പഠിപ്പിക്കുക, 2 ആഴ്ച കൊണ്ട് ഖുർആൻ പഠിപ്പിക്കാന്ന്. എന്നാലോ ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷ അറബിയാണ്. അതെന്താണെന്നൊക്കെ 1 മിനിറ്റ് കൊണ്ട് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം. ഒരു അറബിയ അല്ല ഒരു ഇംഗ്ലീഷുകാരനെ കേരളത്തിൽ കൊണ്ടുവരിക. നമ്മുടെ മാതൃഭാഷയാണെന്ത്? മലയാളം. മാതൃഭാഷ എന്ന് പറയുമ്പോൾ മാതാവ് സംസാരിച്ച ഭാഷ എന്നുള്ളതാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പൊ ഈ മലയാളത്തെ മാതാവ് നമുക്ക് പഠിപ്പിച്ചിരുന്ന മലയാള അക്ഷരം ആയിക്കോട്ടെ, ആദ്യത്തെ മലയാളത്തിൽ ഒരു അക്ഷരം നമ്മൾ പഠിപ്പിക്കുന്നു, ഏകദേശം ആ എന്ന് ഒരു അറബിയെ കൊണ്ട് എഴുതിപ്പിക്കുന്നു, ഇംഗ്ലീഷുകാരനെ കൊണ്ട് ആ എന്ന് എഴുതിപ്പിക്കുന്നു. അപ്പം അതേ സമയം തന്നെ ഇയാൾ അറബിയും പഠിപ്പിക്കുന്നു, ആ എന്ന് എഴുതിക്കുന്നു. അറബിയിലാണോ എളുപ്പം, മലയാളത്തിൽ അറബിയാണോ എളുപ്പം? അറബി. അപ്പൊ ലോകത്ത് ഏറ്റവും എളുപ്പം പഠിക്കാൻ പറ്റിയ ഭാഷയാണ് ഒരു അക്ഷരം കൊണ്ട് തന്നെ നമുക്ക് ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നമുക്ക് ഖുർആൻ, പ്രത്യേകിച്ച് നമുക്ക് ഖുർആൻ പഠിക്കാൻ അങ്ങോട്ട് ഇറങ്ങിയാൽ പെട്ടെന്ന് അല്ലാഹു തആല ഇട്ടു. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞിനെ ആവട്ടെ 2 വർഷം കൊണ്ട് ആ കുഞ്ഞിനെ ഹാഫിളാക്കാൻ പറ്റും. ഇപ്പൊ തന്നെ ഉസ്താദേ, ഞങ്ങളെ ഈ ക്ലാസ്സുകൾ നിരന്തരമായിട്ട് ചില നിത്യ ആയത്തുകൾ മനപ്പാടമാക്കി വെക്കണം, അത് ഗുണം ചെയ്യുമെന്ന് പറയുന്ന അടിസ്ഥാനത്തില് ഞങ്ങളൊക്കെ പലരും 10 ആയത്ത് വീതമുള്ള കൊച്ചു ചില സൂറത്തുകൾ, 10 ആയത്ത് വീതമുള്ള ഖുർആനിലെ വലിയ സൂറത്തുകളിലെ 10 ആയത്തുകൾ, സൂറത്തുൽ കഹഫിന്റെ 10 ആയത്ത്, അവസാനത്തെ 4 ആയത്ത്, അതേപോലെ തന്നെ അലിഫ് ലാം മീമിന്റെ ആദ്യത്തെ 10 ആയത്ത്, ഇങ്ങോട്ട് വന്നിട്ട് ഫുർഖാനിലെ ആലി ഇമ്രാന്റെ 10 ആയത്ത്, പിന്നെ അതേപോലെ തന്നെ ആയത്ത്,
അതേപോലെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും അസീസുൻ അലൈഹി മാ അനിത്തും ലൗ അൻസൽനാ ഹാദൽ ഖുർആൻ. അതൊക്കെ നമ്മുടെ ക്ലാസ് കൊണ്ട്, ഉസ്താദിന്റെ ഈ ക്ലാസ് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇതൊക്കെ പഠിക്കാൻ പറ്റുന്നുള്ളതിന്റെ യാഥാർത്ഥ്യം എന്ന് മാത്രമല്ല അത് മനസ്സിലാക്കാനും അത് മനപ്പാടാക്കും. അതിലെ ജീവിതത്തിൽ ഈ ഉസ്താദും ഈ ഒരു ക്ലാസ് കൂടി ഇല്ല ഞങ്ങൾ ഇന്നും ഇല്ല പഴയ ശൈലിയിൽ അങ്ങ് പോത്തേ ഉള്ളൂ. യാതൊരു തർക്കമില്ല. ഈ സമൂഹത്തിലും ഇന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിലേക്ക് നമ്മൾ ആരെങ്കിലും ക്ഷണിച്ചാൽ അവർക്ക് അതിന് സമയമില്ല, അവർ വരുന്നതുമില്ല. അപ്പൊ എത്രയോ നഷ്ടമാണ് നമ്മൾ നിസ്സാര സമയം കൊണ്ട് വരുത്തുന്നുള്ളൂ. അൽഹംദുലില്ലാഹ് പരിശുദ്ധ ഖുർആനുമായിട്ട് ഒരു ഉദാഹരണം, നമ്മൾ കൈ കെട്ടി കഴിഞ്ഞാൽ നമ്മൾ സൂറത്ത് വജ്ജിഹത്ത് ഓതുമ്പോൾ ഉസ്താദ് പറഞ്ഞു, നമ്മളിപ്പോൾ വജ്ജിഹത്ത് ഓതുമ്പോൾ തന്നെ അന്ന് ഞങ്ങൾ ഓതിക്കൊണ്ട് ഉസ്താദ് പറഞ്ഞില്ല അങ്ങനല്ല ഇങ്ങനെയാന്ന് പറഞ്ഞപ്പം ആ തിരുത്തൽ വജ്ജിഹത്ത് വജ്ജിയിൽ പത്രസമാധാനം ഇന്ന സ്വലാത്തി എന്ന് ഓതേണ്ടത് നമ്മളെല്ലാരും ഇന്ന സ്വലാത്തി അപ്പൊ ഇത്രയും വർഷം 50 വർഷമായ ഞങ്ങളൊക്കെ ആണ് ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന മിക്കവാറും. ഈ 50 വർഷം കൊണ്ട് ഞങ്ങൾ നിരന്തരമായി വരുത്തിക്കൊണ്ടിരിക്കുന്ന തെറ്റാണ് ഇന്ന സ്വലാത്തി. അത് സത്യത്തിൽ ഇന്ന സ്വലാത്തി അവിടെ ഫത്തഹിന് ഷദ്ദില്ല, അവിടെ വെറും ഷദ്ദില്ല. അമ്മ ഇന്ന സ്വലാത്തി എന്ന് പറയാം, നമ്മൾ ഇന്ന സ്വലാത്തി. അതേപോലെ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് എന്നും പറയാം. അപ്പൊ ഇത്തരം തെറ്റുകൾ, അതുപോലെ കുൽഹു എന്ന ഒരു വലിയ തെറ്റാണ്. മിക്കവാറും ഒരു 75% ഉസ്താദ് ഇപ്പോഴും ഇപ്പൊ നമ്മൾ യാസീനോ സാസിലൊക്കെ എഴുതാം കുൽഹു അല്ലാഹു. അതൊരു വലിയ തെറ്റാണ്. ഞാനീ പറയുന്നത് നമ്മുടെ ഈ സാധാരണക്കാരൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ അറിവ് പഠിപ്പിക്കാനോ ഒന്നും കഴിവുള്ള ആളല്ല. നമുക്ക് വന്ന വീഴ്ചകൾ നിങ്ങൾക്ക് ഉണ്ടാവില്ലെന്ന് പറയാൻ വേണ്ടി ഈ കുൽഹു അല്ലാഹ് നമ്മൾ അറിയാതെ പറഞ്ഞു പോവാണ്. കുൽഹു അല്ലാഹു ആയാണ്. അപ്പൊ അത് നമ്മൾ എടുത്തോതാൻ ശ്രമിക്കണം. ആ തെറ്റുകൾ ഒരുപാട് വരുന്നുണ്ട്. അതുപോലെ ഫാത്തിഹയിൽ നിരന്തരം തെറ്റുകളല്ലയോ. യാസീനിൽ എത്രയോ തെറ്റ് നമ്മൾ വരുത്തുന്നത്. യാസീൻ ഒരുപാട് കൃത്യമായിട്ട് എവിടെയോ നമ്മളിങ്ങനെയുള്ള വെള്ളത്തിൽ കൂട്ടപ്പാട്ട് അങ്ങ് പാടി പോകുന്നല്ലാതെ ആ തെറ്റുകൾ തിരുത്താൻ നമ്മൾ തയ്യാറാവുന്നില്ല. എങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ ഇന്ന് പള്ളികളിലൊക്കെ ഉണ്ടായിട്ടും ശ്രമിക്കുന്നില്ല. ഒരുപാട് പള്ളികളിൽ ഉസ്താദന്മാരുണ്ട്, അവരോടൊക്കെ ചോദിച്ച് ശ്രമിക്കുന്നില്ല. ഇപ്പൊ ഉസ്താദ് പറഞ്ഞത് പോരൂക്കര പള്ളിയിൽ രാവിലെ ഫിഖിന്റെ ക്ലാസ് എടുക്കുന്ന പറയുമ്പോൾ അത് വലിയ മാറ്റമാണ്. അപ്പൊ ഈ ആളുകൾ ആ ഒരു സമയം എന്ന് പറഞ്ഞാൽ അരമണിക്കൂർ അവിടെ ഞാൻ ഫിഖിന്റെ ക്ലാസ്, പ്രത്യേകിച്ച് സുബൈർ ഹുസൈന്റെ ക്ലാസ് നമ്മൾ കേൾക്കാനും അത് വീഡിയോയിൽ പകർത്താനും അത് മറ്റുള്ളവരിലേക്കാണ്. എന്താ ഫിഖ് കൊണ്ടാണ് ദീനിന് ജീവൻ വെക്കുന്നത്. ദീനിന്റെ ജീവൻ അത് നമ്മൾ വടക്കേ ഇന്ത്യയിലേക്ക് എന്താ പറയാ ഇഷ്ടംപോലെ ഖുർആൻ ഓതലുകളുണ്ട്, പക്ഷെ ഫിഖില്ല. ദീനുമായിട്ട് ഈ ഒരുപാട് ദീനിന്റെ ജീവനാണ് ഫിഖ് എന്ന് പറയുന്നത്, കർമ്മശാസ്ത്രം എന്ന് പറയുന്നത്. അതില്ല. അതേപോലെ ഇവിടെ കേരളത്തിൽ എന്ന് പറയാൻ അൽഹംദുലില്ലാ എങ്ങനെയൊക്കെ ആയാലും കുറേ നമ്മുടെ പാരമ്പര്യമായിട്ട് നമ്മുടെ മുൻഗാമികളായ പണ്ഡിതന്മാർ കാണിച്ചു തന്ന മാതൃക ഉണ്ടല്ലോ, അത് ഉസ്താദന്മാരുടെ നിലനിൽക്കുന്നത് കൊണ്ട് കുറെ കർമ്മ ഉദാഹരണ ഫർള് അറിയാ, ഷർത്ത് അറിയാ, കേരളത്തിന്റെ ഒരു പ്രത്യേകത. ആ ഒരു പ്രത്യേകത ഉള്ളതുകൊണ്ട് എന്നതുപോലെ ഒരുപാട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ മാർഗങ്ങളും തുറന്നു കിടക്കണം. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, പലരും അവഗണിക്കുന്നു. പരിശുദ്ധ ഖുർആനാണ് നമുക്ക് വഴികാട്ടി എന്ന് പറഞ്ഞാലേ അവർക്ക് 7 പള്ളികളിൽ ചില ക്ലാസ്സുകൾ ഇങ്ങനെ നടന്നു വരും, ഉടനെ അവിടെ എന്തെങ്കിലും ഒരു ശാശ്വം ഉണ്ടാക്കും, അതങ്ങ് നിർത്തിയേക്കും. അതെ തെറ്റാണെന്ന് പറയല്ല. അല്ല, അത് കൂടുതൽ എന്താണെന്നറിയോ, ചില കമ്മിറ്റികൾ കാണും, അവർക്കും കൂടെ ബോധം ഉണ്ടെങ്കിലേ എന്താ വരത്തുള്ളൂ. നല്ല ബോധവാന്മാരായ കമ്മിറ്റിക്കാരുണ്ടെങ്കിൽ എത്തിപ്പോൾ ഉദാഹരണം ഇന്ന് വരുന്ന മിക്കയിടത്തും വരുന്ന പറയാം അവരുടെ സ്ഥാനം ഉറപ്പിക്കുക, പിന്നെ എങ്ങനെങ്കിലുമൊക്കെ നടന്നു പോട്ടെ. മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ പലരും ശ്രമിക്കുന്നില്ല, അത് വേറെ ഭാഗം. ആ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് നല്ല രീതിയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്ന നല്ല കമ്മിറ്റിക്കാരുണ്ട്, എനിക്കറിയാം. അതായത് ഇനി മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരുപാട് ആഗ്രഹിക്കുന്നവരുണ്ട്. ഈ നമ്മളിപ്പോ ഈ ഖുർആനും അതിന്റെ ഇതുമൊക്കെ പഠിച്ചു തുടങ്ങിയാലേ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ 50 വർഷം അല്ലെ 55 വർഷം 52 വർഷമൊക്കെ ആയവർക്ക് ഏതെങ്കിലും ഒരു സൂറത്ത് പോലും ലഫ്ളും ഹറഫും തെറ്റാതെ പൂർണ്ണമായി ഓതാൻ കഴിയുന്ന രീതിയിൽ ഇല്ല എന്നുള്ള എൻ്റെ ഒരു വിശ്വാസം. അതാണ് ഇപ്പൊ നമ്മളിപ്പോ അതായത് നമ്മൾ എത്ര പഠിച്ചാലും ഇത് കുറെ കഴിയുമ്പോ ഇതങ്ങ് മറക്കുക, ഇതിന്റെ എവിടെയെങ്കിലും ഒക്കെ മറന്നുപോകും. ഇപ്പൊ നമ്മളൊരു കുട്ടിയെ വിളിച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചോദിച്ചാൽ കറക്റ്റ് പറയും, പക്ഷേ മുസ്ലിമായി ജനിച്ചാണ്, ഒരുപാട് കാലം മദ്രസയിൽ പോയതാണ്, പക്ഷെ 28 അക്ഷരം ശരിയായിട്ടൊന്നും ഉച്ചരിക്കാൻ അതിന്റെ മഹ്റജ് അനുസരിച്ചൊന്ന് പറയാൻ എത്ര കുട്ടികളെ. അതിപ്പോ നമ്മുടെ ഈ ദേശസ്നേഹം പറയുന്നത്, ദേശസ്നേഹം പറഞ്ഞ എല്ലാരും സ്റ്റേജേ കയറില്ല, ഒരുത്തൻ്റെ കൂടെ ജനഗണമന എന്ന് ചെല്ലാൻ പറഞ്ഞ ഒരുത്തനും അറിഞ്ഞൂടാ, അതാണ് സത്യം എന്ന് പറയുന്നല്ല.
അല്ല എല്ലാത്തിലും കാര്യത്തോട് അടുക്കുമ്പോഴേ ഒരുപാട് ഇത് നമ്മൾ ഗൗരവത്തെ ഇതിനകത്ത് ഇപ്പൊ സംഭവം എന്താ പറയുക, നമുക്ക് ഇനി ആവേശം വരെ നമ്മൾ പഠിച്ചു വന്നപ്പം നമുക്ക് സത്യത്തിൽ ഇത് ആവേശം ഉണ്ടാക്കുക. അതെ അതെ നിങ്ങളുടേതായ മത്സരങ്ങൾ കാണുമ്പോഴേ സത്യത്തില് ആവേശം. ഇപ്പൊ ഇന്നിപ്പം രാവിലെ പോച്ച ഇറങ്ങി വന്ന എന്താ, രാവിലെ ക്ലാസ് തുടങ്ങിയപ്പോ തബാറക്ക് 5 സൂറത്ത് ആയത്ത ഓതിയെന്ന് പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാ ഞങ്ങളതങ്ങ് മൊത്തത്തിൽ അങ്ങ് ഓതിയപ്പം കാണാതെ പഠിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് കാണാതെ അങ്ങ് ഓതാൻ ശ്രമിച്ചപ്പോ ഈ സൗണ്ട് കേട്ടോണ്ടാ പോച്ച ഇറങ്ങി. അപ്പൊ എന്ന് പറയുന്നില്ല, അല്ല ഇപ്പൊ നമുക്ക് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് വന്നതാണ്. അല്ല നമുക്ക് ഉസ്താദിന്റെ ക്ലാസ്സാണ് ഞാൻ ഈ പറഞ്ഞില്ലേ, നമ്മൾ ഈ നിത്യജീവിതത്തിൽ രാവിലെയും വൈകിട്ടും കുറെ സൂറത്തുകൾ നമ്മൾ നിരന്തരം പാരായണം ചെയ്യാൻ തുടങ്ങി. എങ്ങനെ സുബൈക്ക് ശേഷവും ഇശാമാരിവിനിടയിലും ഇന്ന് വരെ നമ്മൾ അത് നമ്മളത് ഓട്ടോമാറ്റിക്കായിട്ട് ഓതും. അത് മനപ്പാടമാക്കാൻ ഉസ്താദ് പറഞ്ഞു, അത് നിർബന്ധമാണെന്ന് പറഞ്ഞപ്പോ മനപ്പാടമാക്കി അതിന്റെ നമുക്കത് ഇപ്പൊ തന്നെ നമ്മളെ ഏത് ജോലി തിരക്കിനിടയ്ക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കാണാതെ പഠിച്ചാൽ ഓതിയും ചെയ്യാം. പ്രത്യേകിച്ച് നിസ്കാരത്തിലൊക്കെ ഓതിയാൽ എത്ര ശ്രേഷ്ഠതയാ. അതുമല്ല നിസ്കാരത്തിൽ നമ്മളിപ്പോ ഒതുവില്ലാതെ ബിസ്മി ഖുർആൻ ഓതാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഓതിയ ഒരു അക്ഷരത്തിന് 10 കിട്ടും. പക്ഷെ ഒന്നു എടുത്തോണ്ട് ഓതിയാ 25 കിട്ടും. നിസ്കാരത്തിൽ ഓതിയാ 100 കിട്ടും. ഈ പ്രതിഫലം കൂടെ ആഗ്രഹിച്ച മാത്രമല്ല നമ്മൾ ഖുർആൻ പാരായണം ചെയ്യണം. നമ്മളെ ഖുർആൻ പാരായണം ചെയ്യാൻ തുടങ്ങുമ്പോഴേ നമ്മുടെ സമീപത്ത് മലക്കുകളുടെ സാന്നിധ്യം എത്തിക്കഴിഞ്ഞു എന്നുള്ള. അതെ അതെ. അപ്പൊ നമ്മളിപ്പോ ക്ലാസ് എടുക്കുമ്പോൾ നമ്മുടെ വായോട് മലക്കുകൾ അടുപ്പിക്കുമെന്ന് ഞാൻ കേട്ടത്. അതെ അതെ മനസ്സിലായി. അതെ കാരണം ആ ഖുർആനൊക്കെ ഓതുമ്പോൾ എത്ര മാനസികമായ സമാധാനം കിട്ടുന്ന, സന്തോഷം കിട്ടുന്ന ഇതേപോലെ ഏതൊരു ഗ്രന്ഥമുണ്ട് നമുക്ക്. അത് മാത്രമല്ല, ഇപ്പം നമ്മൾ ഈ ഖുർആൻ മനപ്പാടം ആക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ, മനപ്പാടമല്ല കൊച്ചു നമ്മളെ കൊണ്ടുവന്ന് നടക്കത്തില്ല ഇപ്പം, അല്ല അതിന് അത്രയും പരിശ്രമിക്കണം. കൊച്ചു സൂറത്തുകൾ പോലും നമുക്ക് നിത്യപാരായണം നമുക്ക് അനുവർത്തിക്കാൻ കഴിഞ്ഞ സാഹചര്യം. നമ്മൾ ഈ ബൈക്കിൽ ഇങ്ങനെ പോകുമ്പോൾ ഇവനെ ഇങ്ങനെ പാരായണം ചെയ്യാൻ ശ്രമിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് അത് മനപ്പാടും ആവും. അതെ അതെ. ഈ ആളുകൾ ജോലി വേണമെന്നില്ല, നമ്മളിപ്പോ ഒരു ബൈക്കിൽ യാത്ര ചെയ്യുക സന്ധ്യക്ക് രാവിലെയൊക്കെ, അപ്പൊ ഈ യാത്രയിൽ നമ്മൾ കൊച്ചു കൊച്ചു സൂറത്തുകൾ ഇങ്ങനെ ഒന്ന് ആവർത്തിക്കാൻ ശ്രമിച്ചാൽ അത് നമുക്ക് പിന്നെ അതൊരു ഹരമായിട്ട് വരും. അതൊരു ഹരമായിട്ട് വരും. യാത്രയിൽ അതിങ്ങനെ പാരായണം ചെയ്യാൻ നമുക്ക് ഹരമായിട്ട് വരും. അപ്പൊ ആരും അറിയുന്നില്ലല്ലോ. ഇച്ചിരി ഹെൽമെറ്റ് ഇട്ടുകൊണ്ട് ഇച്ചിരി ഉറക്കം ഓതിയാലും നമുക്കങ്ങ് ആ തെറ്റുകൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതൊരു മാധുര്യാണ്. അല്ല അത് തന്നെ, ഖുർആൻ പഠിക്കണമെന്നൊരു ചിന്തയും മനസ്സ് എപ്പോഴും ഉണ്ടെങ്കിൽ അതിനുള്ള ഇതിന്റെ ഇടയിൽ ഓഫിലത്തും ഇബ്ലീസും നമ്മളെ ഇതിന് തെറ്റിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കണക്ക് ഇബ്ലീസിന് നമ്മളെപ്പോഴും നമ്മളിതൊക്കെ പറയുമ്പോഴും ഈ നമ്മളിതിലൊക്കെ പോകുമ്പോഴും ഈ നമ്മളെ ഇതിനകത്തുനിന്ന് പിന്തിരിപ്പിക്കാൻ ഇബ്ലീസ് ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട്. അതിന് പെട്ടും പോകുന്നുണ്ട്. സത്യത്തിൽ അതിൽ പെട്ടും പോകുന്നുണ്ട്. അതെ അതെ. ഖുർആന് എന്തായാലും പഠിച്ചാൻ വേണ്ടി ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല തൗഫീഖ് ചെയ്തുകൊണ്ട് വലിയ സാഹചര്യം. ഉസ്താദിനെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാവും. കാര്യം ഉസ്താദ് ഈ നമ്മൾ ഒരുപാട് പേരെ കണ്ടിട്ടെങ്കിലും ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചു തരാനും അത് ആ രീതിയിൽ ഏത് സമയത്തും നമ്മൾ തയ്യാറാണ് ആർക്ക് പഠിക്കണോണ്ടോ. പക്ഷെ ഞങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഖുർആൻ പാരായണവുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരാളും ഒരു സദസ്സിൽ ഇരുന്ന് ആദ്യമേ നമ്മൾ ഖുർആൻ എടുത്ത് ഓതിപ്പിക്കത്തില്ല. അതാണ് പ്രത്യേകത. കാരണം അക്ഷരങ്ങളുടെ മാധുര്യവും ആ അക്ഷരവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം നമുക്ക് അറിയാനുണ്ട് അതാണ് നമ്മൾ ആദ്യമേ പഠിപ്പിക്കുന്നത്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ കാണാൻ അവര് കുറെ അങ്ങോട്ട് കഴിയുമ്പോൾ സ്വയം ആവേശം നമുക്ക് ഉണ്ടാവും. എങ്ങനെങ്കിലും ഖുർആൻ ഓതിയേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. അതാണ് നമ്മുടെ ഈ ഖുർആന്റെ ഈ ചർച്ച, ഈ ക്ലാസിന്റെ പ്രത്യേകത. നമ്മുടെ ഈ മെയിൻ ആയിട്ട് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ പലരും മുന്നോട്ട് വരാത്ത എന്താണെന്നറിയോ, എന്റെ തെറ്റ് വേറൊരാൾ അറിയുമല്ലോ എന്നുള്ള ആ നാണക്കേട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിപ്പോ ഒറ്റയ്ക്ക് പലരെയും നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ. വാട്സപ്പിലൂടെ പല സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലൂടെ പഠിക്കുന്ന ബാങ്കിലെ മാനേജർമാർ ഉൾപ്പെടെ നമ്മൾ എന്തെങ്കിലും വാട്സപ്പിലൂടെ അല്ലാതൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. കാരണം എന്താ പറയാ, ഒരാളെ ഖുർആനിലേക്ക് വരാനുള്ള ഏതെല്ലാം മാർഗങ്ങളുണ്ടോ അതും എളുപ്പമുള്ളത്. അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ പുസ്തകങ്ങളൊക്കെ കൊണ്ടെന്താണ്, കാരണം കുറഞ്ഞ അക്ഷരങ്ങളേ ഉള്ളൂ ഉച്ചാരണത്തിൽ ബുദ്ധിമുട്ട് വരുന്നത്. അത് പറഞ്ഞ പിന്നെ കാഫ് പറഞ്ഞ കാഫാവും. അപ്പൊ സ്വാദും വാദും സീനൊക്കെ അങ്ങോട്ട് തിരിഞ്ഞു പോകും. ഇതൊക്കെ വളരെ ലളിതമായ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പറഞ്ഞ് രസകരമായി പറഞ്ഞു കൊടുക്കാനുള്ള പുസ്തകങ്ങളും അതിന്റെ പാട്ടിലൂടെ എല്ലാങ്ങളൊക്കെ ഇപ്പൊ പഴയ അവസ്ഥ കുറെ മാറ്റം അല്ല, പഴയ അവസ്ഥ എന്ന് പറയുന്നത് പണ്ട് നിങ്ങൾ എന്ത് കേട്ടാലും ഖുർആനാന്നുള്ളത് ഒരു മൊത്തത്തിലെ ധാരണയായിരുന്നു. ഇപ്പൊ അങ്ങനല്ല. ഒരായത്ത് തോന്നുമ്പോ നിങ്ങൾക്ക് അവിടെ തെറ്റ് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ട്. ചെറുതായിട്ട് പറ്റുന്നുണ്ടല്ലോ. അല്ല എന്നാലും ഒരു പരിധിവരെ പറ്റുന്നല്ലോ. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ റഷീദ് സാഹിബ് തന്നെയും
ഈ സൂറത്ത് തബ മുൽക്ക് ഓതിയപ്പോഴ് തെറ്റ് ഓടുന്ന ആളാണ്, പക്ഷെ ഒരു തെറ്റ് വന്നപ്പോ എന്തായത് ഈ അടുത്ത സമയത്ത് ഓതാൻ തുടങ്ങിയ ആള് തന്നെ തിരുത്തി കൊടുക്കാനുള്ള ഒരു കഴിവ് കിട്ടിയില്ല. പക്ഷെ അക്ഷരങ്ങൾ കൂട്ടി നമ്മുടെ ക്ലാസ്സിന് നമ്മൾ ഈ നിസ്സാരമായിട്ടാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് പല പണ്ഡിതന്മാരും വന്നിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക്. അവരൊക്കെ വന്നിട്ട് നമ്മുടെ ക്ലാസ്സിനെ കണ്ടിട്ട് അവർക്ക് തന്നെ അത്ഭുതപ്പെടും, അവരെ കൊണ്ട് ഇത് പറ്റുന്നില്ലല്ലോ. അതെ അല്ല, നമ്മുടെ കോഴിക്കോട് വടക്കൻ കോഴിക്കോട് ആ ടീം വന്ന് പറഞ്ഞില്ലേ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ ഈ ക്ലാസ് തുടങ്ങിയാൽ 6 മാസം കൊണ്ട് നിൽക്കുമെന്ന്. അല്ല, ഇത്ര തങ്ങന്മാർ നമ്മുടെ ക്ലാസ്സിൽ അത് സീതന്മാരും വന്നിട്ടുണ്ട്. അവർക്കൊക്കെ സത്യത്തിൽ വലിയ അത്ഭുതമായി പോയി. അത്ഭുതം, അൽഹംദുലില്ലാഹ്. അത്ഭുതം വന്നതിന്റെ പ്രത്യേകത ഈ പ്രായക്കാരിങ്ങനെ കൂടിയിരിക്കുന്ന പ്രായമുള്ളവര്. അതെ അതെ, അൽഹംദുലില്ലാഹ്. അതെ, അപ്പൊ ഏത് മഹലിലായാലും നമുക്ക് ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ പറ്റും. അതനുസരിച്ച് നമുക്ക് പറ്റും. നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് എന്ത് എങ്ങനെ ഒരു കൂട്ടായ്മ കൊണ്ട് അൽഹംദുലില്ലാഹ് ഞങ്ങൾ പല ചർച്ചകൾ നമ്മുടെ ഈ ചാനലിൽ വന്നിട്ടുണ്ട്. കാരണം ഖുർആനുമായി ബന്ധപ്പെട്ട നിങ്ങളെപ്പെട്ട പറഞ്ഞ മുനമ്പത്ത് ഷിഹാബുക്കൊക്കെ പറയുന്ന കണ്ട ഞങ്ങളുടെ 1/2 നൂറ്റാണ്ട് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഞങ്ങൾക്ക് കിട്ടിയെന്ന് ഇതിൽ ഇത്ര നാണിക്കേണ്ട എന്തോ അല്ല അത് പറയാം. പ്രവാചകന്മാരുടെ കാലം സന്തോഷം പറഞ്ഞ കാര്യം പറയാം. ഉസ്താദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബികളെല്ലാം 50-60 വയസ്സിന് ശേഷമല്ലേ അവർ ദീൻ ഉൾക്കൊണ്ട്, അതിനുശേഷമല്ലേ അവർ ഈ ഖുർആൻ മനപ്പാടമാക്കി. നമ്മൾ അങ്ങനെ ചിന്തിച്ചാൽ ഇത് നമ്മുടെ ഒരു പ്രായമാണോ? നമ്മൾ ഖുർആന്റെ വക്താക്കളാണ്, പക്ഷെ ഖുർആനുമായി നമ്മൾ എന്ത് ബന്ധമുണ്ട്? ഒരു ബന്ധമില്ല. ബന്ധങ്ങൾ വേണം, ബന്ധങ്ങൾ ഉണ്ടാക്കണം. അല്ലാഹു തആല വഴികളൊക്കെ ഉണ്ട്. അത് വഴികളാണ്. എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാകുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യം. നമ്മുടെ വീട്ടിലെ സത്യത്തിൽ ഇരുന്ന് പൊടിപടലം പിടിക്കും. നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ ഒരു സഹാബി ഇരിക്കുകയാണ്. ആ സഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി വന്നു. അതായത് 1 മണിക്കൂർ കഴിഞ്ഞ ഇദ്ദേഹം മരണപ്പെടുമെന്ന് നബിക്ക് വഹി വന്നു, പക്ഷെ അടുത്തിരിക്കുന്ന ആൾ അറിയുന്നില്ല. അപ്പോഴാണ് ആ സഹാബി ഈയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹോദരാ, നീ 1 മണിക്കൂർ കഴിഞ്ഞാൽ മരണപ്പെടും, ഈ ലോകത്തൊന്ന് വിട പറയാ. അപ്പൊ ആ സഹാബി തിരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, ഞാൻ എന്താ അമലാ ചെയ്യേണ്ടത്? എനിക്ക് മരിക്കാൻ, അതായത് മരണത്തിന് 1 മണിക്കൂറല്ലേ ഉള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ദിക്ർ ചെല്ലണോ, സലാത്ത് ചെല്ലണോ, സുജൂദി കിടക്കണോ? അതൊക്കെ നല്ല മരണങ്ങളാണ്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാക്കെന്താണ്? ആ മനുഷ്യന് ഷഹീദിന്റെ കൂലി കിട്ടുന്ന ഒരു അമല പറഞ്ഞത്. ഷഹീദിന്റെ കൂലി എന്ന് പറഞ്ഞാൽ അപ്പുറത്തൊരു ഷഹീദ് പ്രതിഫലം ഇല്ലല്ലോ. എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുന്ന കൂലിയാ കിട്ടുന്നത്, ഷഹീദിന് കിട്ടുന്നത്. പക്ഷെ അവിടെ ഒരു ഷഹീദിന്റെ അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹാബിക്ക് വാങ്ങിച്ചു കൊടുത്തത് 100 ഷഹീദിന്റെ കൂലിയാ. എത്ര ഷഹീദിന്റെ കൂലിയാ? 100 ഷഹീദ്. അതായത് ഒരു മനുഷ്യൻ ഇൽമു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടുക എന്ന് പറയുന്നത് 100 ഷഹീദിന്റെ കൂലിയാ. അപ്പൊ നമ്മൾ ഈ പ്രായത്തിന് അവിടെ പ്രസക്തി ഉണ്ടോ? ഇല്ല. ഏത് പ്രായത്തിലും എന്ത് ചെയ്യാ? ഖുർആൻ, ദീൻ പഠിക്കാം, ഇൽമു പഠിക്കാം. അതുപോലെ ഏത് പഠനത്തിനും ഇസ്ലാമിൽ വലിയ സ്ഥാനമാണ്. ഏത് പഠനത്തിനും അല്ല, ഏത് സംസ്കൃതം പഠിക്കാം, ഹിന്ദി പഠിക്കാം, ഇംഗ്ലീഷ് പഠിക്കാം. പക്ഷെ അവിടെ ഒരൊറ്റ വാക്കേ അടിവരയിടുന്നു, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന. പക്ഷെ നിങ്ങൾ ഏറ്റവും ഉത്തമമായ പഠനം ഖുർആൻ, അല്ല മറ്റു പഠിക്കണ്ടെന്നല്ല പറയുന്നത്. കാരണം എല്ലാ പഠനവും വേണമെന്നാണ് നമ്മുടെ വെള്ളിയാഴ്ച നമ്മൾ സൂറത്തിൽ 2-ാമത്തെ കാര്യത്തിൽ ഓതുന്ന സൂറത്തിൽ പറയുന്നത്. എല്ലാ ഗോളശാസ്ത്രം, ഭൂമിശാസ്ത്രം, സയൻസും എല്ലാം നീ പഠിക്കണമെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. അതാണ് ഉറക്കെ നമ്മളെ ചെവിയിൽ അടിച്ച് എല്ലാ വെള്ളിയാഴ്ചയും. ഒരു പേന നമ്മുടെ പോക്കറ്റിൽ കുത്തൽ പോലും സുന്നത്താണ്. സുന്നത്തെന്നല്ല, അത് ഖുർആനെ ഇമാമാക്കല. കാരണം എന്താ? ആദ്യത്തെ 5 ആയത്തിൽ അല്ലാഹു തആല ഇറക്കിയ 5 ആയത്തില് ആ ഇഖ്റ ബിസ്മിയാണ് ഇറക്കുക, അല്ലേ? അതിനകത്ത് അല്ലാഹു തആല പറഞ്ഞു അല്ലമ ബിൽ ഖലം, അല്ലേ? ഒരു ആയുധത്തിന്റെ പേര് പറഞ്ഞു. ഖുർആനിൽ ആദ്യത്തെ ആയുധത്തിന്റെ പേര് ഖലം. ഈ ഖലം ഒരു മനുഷ്യൻ ഒരു ഉടുപ്പ്, അതായത് ഷർട്ടും കൊണ്ട് ധരിക്കുമ്പോൾ അവന്റെ പോക്കറ്റിലേക്ക് ഒരു പേനയും പേപ്പറും എടുത്ത് വെക്കൽ പോലും ഖുർആനെ ഇമാമാക്കല. അതായത് നമ്മളൊക്കെ എപ്പോഴും ഇൽമു പഠിക്കുന്ന ആളായി മാറണം. മനസ്സിലായി? എന്ത് കാര്യം നമുക്ക് മരണം വരെ നിങ്ങളൊരു അതല്ലേ അതിന്റെ തെളിവല്ലേ നമ്മളിപ്പോ പറഞ്ഞത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക കാണിച്ച നേരല്ലേ? നീ മരണപ്പെടുന്ന സമയത്തായാലും പോലും നീ എന്ത് ചെയ്യണം? മുത്തഅല്ലിമായി മരിക്കുക. അപ്പം 100 ഷഹീദിന്റെ കൂലി കിട്ടും. അല്ലാഹു തആല നമുക്ക് ആ മുത്തഅല്ലിമായി മരിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ ഈ കൂട്ടായ്മയും പ്രത്യേകിച്ച് നമ്മുടെ ഈ സംരംഭവും നമ്മുടെ ഈ ചർച്ചയൊക്കെ അല്ലാഹു തആല പൊരുത്തപ്പെട്ട അമലായി അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത ഇതേപോലെ ഒരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടണം. ഇതേപോലെ പല ചർച്ചകളും നമുക്ക് മുന്നോട്ട് വരണം. അത് പ്രത്യേകിച്ച് ഖുർആൻ പഠിക്കാൻ നിങ്ങൾ എല്ലാവരും മുന്നോട്ട് വരണം എന്നുള്ളൊരു. പിന്നെ ഉസ്താദിനെ പറ്റി ഒരുപാട് പേർക്ക് അറിഞ്ഞുകൂടാത്ത ഒരുപാട് കാര്യങ്ങൾ. ഉസ്താദ് നിമിഷ കവിയാണെന്ന് അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ് ഒരുപാട് പാട്ടുകളും സംവിധാനങ്ങളും ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങളൊക്കെ ഇറക്കുന്ന ഒരാളാണ്. അത് പക്ഷേ പുറം ലോകം വലുതായിട്ട് അറിയുന്നില്ലെന്ന്. അല്ലാഹു തആല അതൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോകൾ നമുക്ക് ഇറക്കാം. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനവും സ്വീകരിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.